കേരള കോൺഗ്രസ് ആചാര്യൻ കെ.എം. മാണിയുടെ വസതിയിലേക്ക് രാഹുൽ ഗാന്ധി എത്തിച്ചേരുന്നു. അല്പസമയത്തിനകം പാലാ കിഴങ്ങോട്ടേക്കൽ വസതിയിലേക്ക് രാഹുൽ ഗാന്ധി എത്തിച്ചേരും. കേരളത്തിൽ തിരഞ്ഞെടുപ്പ് പ്രചാരണങ്ങൾ ചൂടുപിടിച്ച് നിൽക്കുമ്പോൾ അതിന്റെ തിരക്കിനിടയിലും താൻ ഏറെ ബഹുമാനിക്കുകയും സ്നേഹിക്കുകയും ചെയ്യുന്ന കെ.എം. മാണിയുടെ വീട്ടിലെത്തി അവരുടെ കുടുംബത്തോട് അനുശോചനം അറിയിക്കാൻ രാഹുൽ ഗാന്ധി കാണിച്ചത് വലിയ മനസ്സാണ്. കെ.എം. മാണിയും രാഹുൽ ഗാന്ധിയും തമ്മിലുള്ള അടുപ്പം വ്യക്തമാക്കുന്നതാണ് ഈ സന്ദർശനം. ഇന്നലെ രാത്രി കേരളത്തിൽ എത്തിച്ചേർന്ന രാഹുൽ ഗാന്ധി ഇന്ന് രാത്രി വരെ നീളുന്ന തിരഞ്ഞെടുപ്പ് പ്രചാരണങ്ങൾ ഉണ്ടായിട്ടും അതിനിടയ്ക്കാണ് കോട്ടയത്തെ പാലയിലെ വസതിയിലേക്ക് എത്തിച്ചേരാൻ സമയം കണ്ടെത്തിയത്. ഇന്ന് രാവിലെ പത്തനംതിട്ടയിലെ പ്രചരണ യോഗത്തിന് ശേഷമാണ് ഹെലികോപ്റ്റർ മാർഗം രാഹുൽ ഗാന്ധി കോട്ടയത്തേക്ക് തിരിച്ചിരിക്കുന്നത്. അല്പസമയത്തിനകം രാഹുൽ ഗാന്ധി കെ.എം. മാണിയുടെ വസതിയിലേക്ക് എത്തിച്ചേരും. രാഹുൽ ഗാന്ധിയെ സ്വീകരിക്കാൻ പാല ഒരുങ്ങിക്കഴിഞ്ഞു. ഉമ്മൻചാണ്ടി, തോമസ് ചാഴിക്കാടൻ തുടങ്ങിയ മുതിർന്ന കോൺഗ്രസ് നേതാക്കൾ രാഹുൽ ഗാന്ധിയെ സ്വീകരിക്കാനായി ഇപ്പോൾ പാലയിൽ എത്തിച്ചേർന്നിട്ടുണ്ട്. ഇവിടെ സെന്റ് തോമസ് കോളേജ് ഗ്രൗണ്ടിൽ ഹെലികോപ്റ്റർ ഇറങ്ങുന്ന രാഹുൽ ഗാന്ധി റോഡ് മാർഗം മാണിയുടെ കിഴങ്ങോട്ടേക്കൽ വസതിയിലേക്ക് എത്തും. ഭാര്യ കുട്ടിയമ്മ, ജോസ് കെ മാണി ഉൾപ്പെടെയുള്ള മറ്റു മക്കളും രാഹുൽ ഗാന്ധിയെ സ്വീകരിക്കാൻ തയ്യാറായി നിൽക്കുകയാണ്. രാഹുൽ ഗാന്ധിയെ ഒരു നോക്ക് കാണുന്നതിനു വേണ്ടി പാലയിൽ നൂറുകണക്കിന് ജനങ്ങളാണ് ഇപ്പോൾ തന്നെ തടിച്ചുകൂടിയിരിക്കുന്നത്. അല്പസമയത്തിനകം രാഹുൽ ഗാന്ധി പാലയിലേക്ക് എത്തിച്ചേരും. വൻ സുരക്ഷാ സന്നാഹമാണ് പാലയിൽ ഒരുക്കിയിരിക്കുന്നത്. വൻ പോലീസിനെ ഇവിടെ വിന്യസിച്ചിട്ടുണ്ട്. അല്പസമയത്തിനകം പാലയിലെ കിഴങ്ങോട്ടേക്കൽ വസതിയിൽ എത്തിച്ചേരുന്ന രാഹുൽ ഗാന്ധി കുടുംബാംഗങ്ങളോട് തന്റെ അനുശോചനം അറിയിക്കും. അതിനുശേഷം അദ്ദേഹം ആലപ്പുഴയിലേക്ക് തിരിക്കും. ആലപ്പുഴയിൽ ഷാനിമോൾ ഉസ്മാന്റെ പ്രചരണ പരിപാടികളിൽ പങ്കെടുത്ത ശേഷം പിന്നീട് രാഹുൽ ഗാന്ധി തിരുവനന്തപുരത്തേക്ക് മടങ്ങിയെത്തും.